ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക്, ക്ലച്ചിൻ്റെ ഭാഗം, എയർ ഫിൽറ്റർ, ഈ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. നമുക്ക് അത്യാവശ്യം ലൈനർ ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. ക്ലീൻ ചെയ്തിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തുടച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റിയാൽ മതി. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററാണ്, ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത്. പിന്നെ നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഭാഗം, CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഓയിൽ ലീക്കേജോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, അതേപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാനാണ്. ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഓയിൽ ലീക്ക് കാര്യങ്ങൾ പ്രോബ്ലം ഒന്നുമില്ല. ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനെയാണ്. പിന്നെ അതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടല പോലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സർവീസിൽ നമുക്ക് മാറ്റണമെന്നില്ല, നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയിട്ടാലും മതി. അപ്പോൾ താമസിക്കാണ്ട് നമുക്ക് മാറ്റേണ്ടി വന്നേക്കും. നമുക്കിപ്പോൾ ഒരുപാട് ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത്യാവശ്യം നല്ല ദീർഘദൂര ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മാറ്റി കളയാനാണ് ബെറ്റർ. നമ്മൾ ഈ ലോക്കൽ ഓട്ടം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് മാറ്റിയിട്ടാലും മതി. ഈ ദീർഘദൂര ഓട്ടമുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായിരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ്സ് വരാം. കാരണം ഓവർ ഹീറ്റിംഗ് ആയിരിക്കും. പാവൻ്റെ സമയത്ത് ഒരു കട്ടയെങ്ങാനും പൊളിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൈയോടെ മാറ്റാം കേട്ടോ. അതിപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം. അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴായാലും വേറെ പറയത്തക്ക കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല. അതായത് തേയ്മാനമുണ്ട്. ഈ സൈഡൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ തേയ്മാനം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി വലിയൊരു പ്രശ്നം, കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്കൊന്നും ആയിട്ടില്ല. ഇതതിൻ്റെ പിനിയൻ സ്റ്റാർട്ടർ, അതായത് ബെൻഡെക്സ് യൂണിറ്റ് എന്ന് പറയും. ഇതിൻ്റെ ചെക്ക് നോക്കുമ്പോഴായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. പിന്നെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണത് ക്ലച്ച് ഷൂ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്, നല്ല വലിയ പ്രോബ്ലം ഒന്നുമില്ല. തുരുമ്പോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വർക്ക് ചെയ്യണതിന് ടൈറ്റോ കാര്യങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്കത് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് പൊക്കി നിർത്തിയതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ക് സൈഡിൽ ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്. അത് നമുക്ക് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിക്കേണ്ടി വരും കേട്ടോ. കാരണം ഇത് ആ ഓയിൽസിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചാലാണ് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആക്സിലിൻ്റെ ബെയറിങ്ങിനൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചെറിയൊരു നനവാണ് കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിടാം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മിക്കവാറും അത് അഴിക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് പ്രതീക്ഷ വേണം. കാരണം കൂടുതലായിട്ട് ലീക്കേജ് കാണിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് അഴിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞാൽ ഓട്ടം കൂടുതലുള്ള കേസാണ് ഈ മാതിരി ചെറിയ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകണം. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. കാരണം അത്രയ്ക്കും പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഇനി അതല്ല, അടുത്ത സർവീസിനുള്ളിൽ തന്നെ ഇവിടെ കാര്യമായിട്ടുള്ള ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് അറിയാനായിട്ട് പറ്റും. പൊടി പിടിച്ച് ഓവറായിട്ട് ഇതായിട്ട് ഇരിക്കും. അങ്ങനെ വന്ന സമയത്താണെങ്കിൽ അത് അഴിച്ച് മാറ്റണം. എന്തായാലും നമ്മൾ ഇപ്പോൾ അഴിച്ചാലും കുറച്ച് ഓടിയിട്ട് അഴിച്ചാലും വരുന്ന ചിലവൊക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വർക്കിംഗ് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ടൈറ്റോ കാര്യങ്ങളൊന്നും കാണിക്കണില്ല. പക്ഷേ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അതേപോലെ തന്നെ നമ്മളതിൻ്റെ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്തിരുന്നു. പരിവാഹനിൽ നമ്മളതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വണ്ടിയുടെ. അപ്പോൾ അതിനകത്ത് പൊല്യൂഷനൊക്കെ ഓൾറെഡി ഇല്ലാത്തൊരവസ്ഥയിലാണ് നടന്നത്. പൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല നമുക്ക് വണ്ടിക്ക്. അപ്പോൾ അത് എടുക്കണമെങ്കിൽ അതുകൂടി കൂടുതൽ നമുക്ക് ചെയ്തു തരാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം, ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ കുഷ്യൻ്റെ ബുഷുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അത് ഓവലായേക്കാണ്, തന്നെ ലൂസാണത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. മറ്റേ ലിങ്കിൻ്റെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 2021 മോഡൽ ബാറ്ററിയാണ് നമുക്കിത് മിരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.74 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വോൾട്ടിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിൽ കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ. 2021 മോഡലാണ്. അപ്പോൾ 2024 എന്ന് പറയുമ്പോൾ ആവറേജ് നമുക്ക് അതിൻ്റെ ടൈമിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം നല്ല രീതിയിലാണ് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഏകദേശം ഒരു 50 രൂപ താഴേക്ക് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നുള്ളൂ. പ്ലഗ് ആയാലും പുതിയ പ്ലഗ്ഗാണ്, നമുക്ക് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അത് കൂടാതെ കൊണ്ട് പിന്നെ എഞ്ചിൻ ഓയിലും മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ.
അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട പാർട്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, അതേപോലെ തന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ആക്സിലേറ്ററുകൾ ടൈറ്റ് ഉണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് അതും കൂടി എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ടിലെ ഈ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ടൊന്നനുസരിച്ച് പറയണം കേട്ടോ. പിന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത്രയും കേസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.